തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. അജ്ഞാത വാഹനമിടിച്ച് ഗുരുതര പരിക്കുകളുമായി ദിവസങ്ങളോളം തെരുവോരത്ത് വേദന സഹിച്ചു കിടന്ന തെരുവ് നായയെ മൃഗസ്നേഹികൾ ഏറ്റെടുത്ത് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. മൃഗങ്ങൾക്കായുള്ള പ്രത്യേക ആംബുലൻസുമായി കണ്ണൂരിൽ നിന്നെത്തിയ വളണ്ടിയർമാരാണ് എരഞ്ഞോളി ചോനാടത്തെ അടിപ്പാതക്കരികിൽ മൃതപ്രായനായി കഴിഞ്ഞ നായയെ ഏറെ പണിപ്പെട്ട് പിടികൂടി ഒറ്റപ്പാലത്തെ നായപരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയത്. നായയുടെ ദയനീയാവസ്ഥ ഗ്രാമിക ന്യൂസാണ് പുറം ലോകത്ത് എത്തിച്ചത്. കൊണ്ടുപോകാനാവുന്ന കേട്ടോ, ഇനി കൊണ്ടുപോകാനാവുന്ന ഈ പേടിക്കണ്ട, ഇതൊന്നും ചെയ്യില്ല, ഒന്നും ചെയ്യൂല, കൊണ്ടുപോകും കേട്ടോ. തന്നെയാ നായിക്കളൊന്നും ബൈപ്പാസിനടിയിൽ വണ്ടി എടുത്തതാ. അതങ്ങനെ എല്ലാവരും ചെയ്തിട്ടില്ല, എല്ലാവരും അതിന് മരുന്ന് കൊടുത്തിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒറ്റപ്പാലത്ത് കൂടെ ഒറ്റപ്പാലത്തെ പ്രദീപ് പയ്യൂരിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു രക്ഷാപ്രവർത്തനം. ഇതിനായി പഗ്മാർക്ക് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെ ആംബുലൻസും വളണ്ടിയർമാരും വെള്ളിയാഴ്ച വൈകിട്ടാണ് എരഞ്ഞോളി ചോനാടത്തെത്തിയത്. നായയെ ഒട്ടും വേദനിപ്പിക്കാതെ അതീവ സൂക്ഷ്മതയിൽ അരമണിക്കൂറോളം പണിപ്പെട്ടാണ് ആംബുലൻസിലേക്ക് മാറ്റിയത്. ചോനാടം റോഡിൽ നടന്ന അപകടത്തിൽ നായയുടെ പിൻകാലുകൾ ഒടിഞ്ഞിരുന്നു, വയറിനും മുറിവേറ്റിരുന്നു. നട്ടെല്ലിനായിരുന്നു ഗുരുതര ക്ഷതമേറ്റത്. തീർത്തും അവശനായ നായ കിടന്നിടത്തു നിന്നും എങ്ങോട്ടും മാറാനാവാതെ വേദന സഹിച്ച് കണ്ണീർ പൊഴിച്ചു കിടക്കുന്ന കാഴ്ച ദയനീയമായിരുന്നു. മഴയും വെയിലും അലോസരപ്പെടുത്തുമ്പോൾ കിടന്നിടത്തു നിന്നും ഏറെ പ്രയാസപ്പെട്ട് നിരങ്ങി തണലിലേക്കും മറവിലേക്കും നീങ്ങുമായിരുന്നു. പരിസരത്തുള്ളവരും ചില ഓട്ടോ ഡ്രൈവർമാരും നൽകുന്ന ഭക്ഷണവും വെള്ളവും കഴിച്ചാണ് കഴിഞ്ഞ 2 ആഴ്ചയായി ജീവൻ നിലനിർത്തിയിരുന്നത്. ഇതിനിടെ വാർഡംഗം കൂടിയായ ഡോക്ടർ സംഗീത മരുന്നും ഇഞ്ചക്ഷനും നൽകിയിരുന്നു. തൊടിക്കളത്ത് സമാന രീതിയിൽ അപകടത്തിനിരയായ തെരുവുനായയുമായി സ്ഥലത്തെ മൃഗസ്നേഹിയായ അനഘയും അമ്മ ഷീലയും വെള്ളിയാഴ്ച ചോനാടത്തെത്തിയിരുന്നു. ചോനാടത്ത് അവശനായി കിടന്ന നായയെയും അനഘ പുരുഷു കയ്യിലെടുത്താണ് ആംബുലൻസിൽ കയറ്റിയത്. അപകടത്തിൽപ്പെടുന്ന നായ്ക്കളെ ഒറ്റപ്പാലത്തെത്തിച്ച് പരിപാലിക്കുമെന്ന് ആംബുലൻസ് ഡ്രൈവർ ശ്രീജിത്ത് പറഞ്ഞു. സതീഷ് എന്ന് പറയുന്ന ആളെന്നെ വിളിച്ചു പറഞ്ഞു. കണ്ണൂരുള്ള ഒരു സതീഷ് ഫ്രണ്ട് അല്ലേ, നിങ്ങളെ ഫ്രണ്ടാണ്, ഇവരെ ഫ്രണ്ടാണ് വിളിച്ചു പറഞ്ഞത്. ഇങ്ങനെ ഇതുണ്ട്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം, പിന്നെ ഇതിനെങ്ങനെ ഒറ്റപ്പാലം വരെ എത്തിച്ചു കൊടുക്കണം, ഒന്ന് ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ. അപ്പോൾ പഗ്മാർക്ക് പറഞ്ഞ സംഘടനൻ്റെ ആംബുലൻസ് സർവീസ് ഇത്തരം കാര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ്. അതായത് തെരുവിലെ നായകൾ ഒരാൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താൽ അതും കൂടി നമ്മൾ കൂടെ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്ന് റെസ്ക്യൂർ ഇവിടെ സ്വതവേ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് റെസ്ക്യൂർമാരെ വിളിക്കല്, ഡോഗ് റെസ്ക്യൂഴ്സെ വിളിക്കല്. പക്ഷെ ഇന്ന് റെസ്ക്യൂർ ഇല്ലാത്ത ഒരാൾ വിളിച്ചത് കൊണ്ടാണ് ഞാൻ തന്നെ വരേണ്ടി വന്നത് അതിനെ എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളെ കൂടെയുള്ള ഡ്രൈവർ എല്ലാവരും റെസ്ക്യൂർമാരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വന്നത്. ഞാൻ റെസ്ക്യൂറാണ്, ഞാൻ സംഘടനേൻ്റെ ഒരു മെമ്പറാണ്. പഗ്മാർക്ക് വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്ന് പറയുന്നത് വന്യജീവി സംഘടനയാണ്. പക്ഷേ തെരുവിലെ നായകൾ അങ്ങനെ കിടക്കേണ്ടതല്ല. അതായത് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ തന്നെ നമ്മൾ കൂടെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം കൊണ്ടുവന്നൊരു നായ ചിറ്റാരിപ്പറമ്പുള്ളതാണ്. അതും അവിടെ ഒറ്റപ്പാലത്ത് ഏറ്റെടുക്കാന്ന് പ്രദീപ് പറഞ്ഞാൽ അവരെ ഏറ്റെടുക്കാന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്. വളരെയധികം വേദന സഹിച്ചാണ് നായ ഇവിടെ കിടന്നത്. എല്ലാ ദിവസവും ഭക്ഷണവും വെള്ളവും നൽകി പരിചരിച്ചതായി പരിസരവാസിയും ഓട്ടോ ഡ്രൈവറുമായ ഭാഗ്യജിത്ത് പറഞ്ഞു. 10 ദിവസമായി ഈ നായ ഇവിടെ അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ രക്ഷിക്കേണ്ട ഒരുപാട് പദ്ധതികൾ എല്ലാവരും ചെയ്ത് അവസാന ഘട്ടത്തിലാണ് നായനെ ഏറ്റെടുക്കാൻ ഇങ്ങനെ പ്രസ്ത ഡോഗ് റെസ്ക്യൂവറായ പ്രദീപ് പയ്യൂർ
തയ്യാറായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പിന്നെ ഈ നായന കൊടുത്തയക്കാൻ ഇവരുടെ സഹായത്തോടു കൂടി ചെയ്യുകയാണ്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു.